ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്കറിയാം നാളെ ഓഗസ്റ്റ് 8 അപ്പോൾ 8x8 പോർട്ടൽ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ എല്ലാ വർഷങ്ങളിലും ഈ ഒരു 8x8 പോർട്ടൽ ഉള്ളതാണ്. പക്ഷേ ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 2024 അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം 8 വരുന്നത്. അപ്പോൾ 8 എന്ന് പറയുന്ന നമ്പർ ആസ്ട്രോളജിയിലായിക്കോട്ടെ ന്യൂമറോളജിയിലായിക്കോട്ടെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഖ്യ തന്നെയാണ്. അപ്പോൾ ആ ഒരു 888 കോംബോയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഒരു കോംബോ വരണമെങ്കിൽ അടുത്ത ഒരു 10 വർഷം ആവണം. 2033 ആകുമ്പോഴാണ് ഇനി ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡേറ്റ് ആണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. തന്നെ ആ ഒരു ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓപ്പണിംഗ് ആണ്. അതായത് സീരിയസ് എന്നുള്ളൊരു നക്ഷത്രം, ആ ഒരു നക്ഷത്രം നമുക്ക് സൂര്യനെ പോലെ തന്നെ വളരെ പ്രകാശപൂരിതമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സമയമാണ്. ചിങ്ങം രാശിയിലുള്ള സൂര്യനും അതുപോലെ തന്നെ സീരിയസ് നക്ഷത്രവും എല്ലാം ഒരു സെയിം അലൈൻമെൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് അത്രത്തോളം ഒരു പ്രാധാന്യമുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ 8 എന്നുള്ളൊരു നമ്പറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബണ്ടൻസിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സീരിയസ് എന്ന് പറയുന്ന ആ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഈ ഒരു സമയം ജൂപ്പിറ്റർ അതുപോലെ തന്നെ മാസ് ഇതിൻ്റെ എല്ലാം ഒരു എനർജിയും കൂടി അതിന് കിട്ടുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. സീരിയസ് എന്ന് പറയുന്നത് തന്നെ ലക്കി സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു ലക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാൻ, ഒരു അബണ്ടൻസ് കൊണ്ടുവന്ന് തരാൻ, നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരാൻ പറ്റിയ ഒരു ടൈമാണ്. അപ്പോൾ അത് ഏറ്റവും പീക്കിലേക്ക് എത്തുന്നത് ഈ പറയുന്ന ഓഗസ്റ്റ് 8 അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ്, അഫർമേഷൻസ് നമ്മൾ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരുപാട് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരു ഇരട്ടി ഫലം കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് പൂർവാധികം ശക്തമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സമയം ചെയ്തു നോക്കുക. വളരെ പോസിറ്റീവായിട്ട് ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത്, ഈ ഒരു യൂണിവേഴ്സൽ പവറിനെ തന്നെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വിഷസ് ഫുൾഫിൽമെൻ്റ് ആക്കാനായിട്ട് നോക്കുക. ഒരിക്കലും ഒരു നെഗറ്റീവ് ചിന്താഗതിയിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ടിലേക്കോ ഒരു കാരണവശാലും പോകാതെ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്ത് കോസ്മിക് ഗിഫ്റ്റാണ് കിട്ടാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്ത് മാറ്റമാണ് വരുന്നത്, എന്ത് കാര്യങ്ങളൊക്കെയാണ് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ബന്ധത്തിനകത്ത് സംഭവിക്കാനായിട്ട് പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടേതായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷനും കൂടി വർക്ക് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു എനർജി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. കാരണം നിങ്ങളുടെ എനർജിയും അത്രയധികം പവർഫുള്ളായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി സ്റ്റിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എന്നുള്ളത് മാത്രമല്ല, അവരെ തിരിച്ച് കിട്ടണം എന്ന് അത്രയധികം ആഗ്രഹിക്കുന്ന, അത് വെറുമേ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനാവില്ല. പവർഫുള്ളായിട്ട് ഈ ഒരു പേഴ്സണെ എന്ത് വില കൊടുത്തും എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു മനസ്സിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വഴിപാടുകളോ മാനിഫെസ്റ്റേഷൻസോ അഫർമേഷൻസോ അങ്ങനെ പലതും ചെയ്യുന്നുണ്ടാവാം. കാരണം അത്രയധികം നിങ്ങൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് തേടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു വ്യക്തിക്കും റിലേഷൻഷിപ്പിനും വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ അത്രയധികം ഡിറ്റർമിൻഡ് ആണ് എന്നാണ് മനസ്സിലാവുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇത് ഫാമിലിക്കൊക്കെ അറിയുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെ പലരും നിങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. ഇനി ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി സെറ്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് പതിയെ പിന്തിരിപ്പിച്ച് പുറയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല. നിങ്ങളുടെ മനസ്സിനകത്ത് നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് പോലെ ഇത് തന്നെ മതി, അല്ലെങ്കിൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും, ഞാൻ അത്രയും അഷ്വറൻസ് ആണ്, അല്ലെങ്കിൽ അത്രയും അഷ്വേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു മൈൻഡിലാണ് നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികളും ഇപ്പോൾ അവരുടെ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് എന്നുള്ളൊരു രീതിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്.
അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ആ ഒരു പഴയ അടുപ്പമോ സ്നേഹബന്ധമോ ഒന്നും ഇപ്പോൾ ഉണ്ടാവണമെന്നില്ലെന്ന് മാത്രമല്ല, ചിലവർക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടാവണമെന്നില്ല. അവരെന്ത് ചെയ്യുന്നു, ആരോടൊപ്പമാണ്, എന്താണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിനകത്തുള്ളത്, ഒരു ഐഡിയ നിങ്ങൾക്ക് കാണണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയധികം ഡിറ്റർമിൻഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലൂടെയൊക്കെ സഞ്ചരിച്ച് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്രേക്കപ്പ് ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷനൊക്കെ വരുന്ന ഒരു സമയത്തൊക്കെ ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയാതെ കുഴങ്ങി നിന്നൊരു പേഴ്സൺ തന്നെയാണ് ആ ഒരു വ്യക്തി. അപ്പോൾ നിങ്ങൾക്ക് അന്ന് മുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത്, ഇതൊരു നല്ലൊരു രീതിയിലേക്ക് ഫ്ലറിഷ് ചെയ്ത് പോയിരുന്നത്, അപ്പോൾ മുതൽ ഇപ്പോൾ വരെ ഈ ഒരു പേഴ്സണെ മറ്റാർക്കും വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുമെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രയധികം ഡിറ്റർമിൻഡ് ആയിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷേ ഇവരുടെ ഒരു എനർജിയിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് വരെ ഈ ഒരു വ്യക്തി കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജിയെക്കുറിച്ച് പറയേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സണുമായിട്ടുള്ള സെപ്പറേഷനോ ബ്രേക്കപ്പോ ഒക്കെ നിങ്ങൾ ഒരുപാട് തളർത്തിയിട്ടുണ്ടാവാം. മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് ആ ഒരു നിരാശയുടെ പടുകുഴി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവാം. അത്രയധികം ഒരു മെൻ്റൽ സ്ട്രെസ്, ഇമോഷൻസ് അല്ലെങ്കിൽ അത്ര ഇമോഷണൽ പെയിൻ എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷേ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മാസത്തോളം ആയിട്ടുണ്ടാവും, ചിലർക്ക് അതിനേക്കാളും കുറഞ്ഞൊരു പീരീഡ് ആയിരിക്കും. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു എനർജീസ് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ സ്വയമേ ഒരു ഫീലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ പഴയ വ്യക്തിയല്ല, ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ച് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാതിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അത്രയധികം ഒരു ഡിറ്റർമിൻഡ് ആയ മനസ്സിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാറ്റം സംഭവിച്ച വ്യക്തികളുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നാളുകളായിട്ട് ആ ഒരു പഴയ വിഷമവും സങ്കടവും അതെല്ലാം മാറിയിട്ട് ഒരു യൂണിവേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെയോ ഒക്കെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജി ആണോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ സ്വയം ഫീൽ ചെയ്യുന്ന വ്യക്തികൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ യൂണിവേഴ്സായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ഒരു യൂണിവേഴ്സൽ തിങ്സിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ടാവാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയറിനെ കുറിച്ചാണെങ്കിലും നിങ്ങളുടെ ഒരു ഭാവിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് വേദനിക്കുകയും വിഷമിക്കുകയും ആലോചിച്ച് തലപുണ്ണാക്കൊക്കെ ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെയാണ് ആ ഒരു മാറ്റം നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് പോലെ വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് സ്വയം വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന 2 വ്യക്തികളുടെ ഒരു എനർജിയാണ് വരേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനിടയ്ക്ക് ആ ഒരു മൂന്നാമത്തെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് നിങ്ങളല്ലാതെ മറ്റു വ്യക്തികളോ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും ഇത്. അപ്പോൾ അതിൻ്റെ ഒരു സാന്നിധ്യം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതും ആ ഒരു കാര്യത്തിൽ തന്നെയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിർണായകമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയായിരിക്കണം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു നോ കോൺടാക്റ്റിലേക്ക് പോവുകയോ ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നത്. ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അവരെടുക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരെടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യമായിരിക്കണം എന്നുമില്ല. അപ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് വന്നിരുന്ന ആ ഒരു തേർഡ് ഫാക്ടർ അതെന്തോ ആവാം. അപ്പോൾ ആ ഒരു ഫാക്ടറിനകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിരുന്നൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയ ഒരു സമയവും അവർ വളരെയധികം സന്തോഷിച്ച് തുള്ളിച്ചാടുകയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് നിരാശമായിട്ട് തന്നെയുള്ള ഒരു എനർജിയാണ് ആ ഒരു സമയത്ത് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത്, ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇതിനെ തന്നെ പറ്റി ആലോചിച്ചിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു 30 വയസ്സിന് മേലേക്ക് പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടത്തേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അവരായിരിക്കാം ആ ഒരു കുടുംബത്തിൻ്റെ ഏണിംഗ് മെമ്പറായിട്ട് മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുടുംബം മുഴുവൻ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന, ഉറ്റുനോക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം.
അപ്പോൾ അത്തരത്തിലൊക്കെ ഒരുപാട് പേരുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരുപാട് പേര് നോക്കി കാണുന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലൊരു അകൽച്ചയോ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു കാര്യം കൂടി അതിനകത്തൊരു ഫാക്ടറാണ്. അതായത് ഒരുപാട് പേര് നമ്മളെ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നും പറഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നു നോക്കിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻസ് മറ്റുള്ളവരെയും കൂടി തൃപ്തിപ്പെടുത്തേണ്ടുന്ന രീതിയിലായിരിക്കും. നമുക്ക് മാത്രം ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയുള്ളൊരു വ്യക്തിയായാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട ശേഷവും ഇവർ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അവരത്രയധികം ഒരു താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ അവരൊരു ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങളെ വേണ്ടെന്ന് വെച്ചതാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം അവരുടേതായിട്ടുള്ള ഒരു സെൽഫ് ഡിസിഷൻ കൊണ്ട് അവർ മാറ്റി വെച്ചതാണ്, പോയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് കളഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ പിന്നെ അത്രയും ഒരു ദുഃഖിച്ച് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയിലേക്ക് പോവില്ല. അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു വ്യക്തിയും വിഷമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് വേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ള പല ഫാക്ടേഴ്സും കൂടി ഒരു കാരണം തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെയധികം ഇവരെ ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് തള്ളിവിട്ട ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവർ ഒരുപാട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് വിഷമിച്ചിറങ്ങിപ്പോയി അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തി. അതിനുശേഷവും അവരുടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. മീൻസ് ചിലപ്പോൾ അത് പ്രത്യക്ഷത്തിൽ ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കാം. അല്ലെങ്കിൽ അവർ ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു പേഴ്സണും ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. മാനിഫെസ്റ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അവരൊരു ഡേ ഡ്രീമിങ് പോലെ ആ ഒരു തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവാം. അതായത് ഇവരും വെറുതെ ഇരിക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ അയ്യോ നഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയം അവർക്ക് എല്ലാവരുടെ മുൻപിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ സ്റ്റക്കായിട്ട് നിന്നത് അതെല്ലാം ഒരു ആക്ഷൻ എടുത്ത് മാറ്റി എല്ലാം തട്ടിത്തെറിപ്പിച്ച് വീണ്ടും നിങ്ങളിലേക്ക് വരാൻ പറ്റുന്ന ഒരു എനർജിയിലായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ആ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവരെ കൊണ്ട് ആ ഒരു സമയത്ത് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തു പോകുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഒരിക്കലും അവർക്ക് പ്രത്യക്ഷത്തിൽ ഇറങ്ങി എല്ലാവരുടെ മുൻപിൽ വന്ന് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഒരു നമ്മൾ കെടാത്ത കനലെന്നൊക്കെ പറയുന്നത് പോലെ അതാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു തോട്ട്. നിങ്ങളിപ്പോൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ വന്ന് കുറച്ചും കൂടി ബോൾഡായിട്ടുണ്ടെങ്കിലും അണയാതെ കിടക്കുന്നൊരു സംഭവം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് ദിക്കിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൻ്റെ ഈ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ പ്രാർത്ഥന ആ ഒരു കമ്പൈൻഡ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണുള്ള ആ ഒരു പുഷ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സ്ട്രെങ്ത് അവർക്ക് കൊടുത്തിട്ടുള്ളതിൻ്റെ ആ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു കമ്പൈൻഡ് എനർജി തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഏതൊരു കാര്യത്തിലാണോ തീരുമാനമെടുക്കാൻ കഴിയാതെ ആ ഒരു വ്യക്തി ഒരുപാട് വിഷമിച്ചിരുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലിരുന്നത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് ആ ഒരു വ്യക്തി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു സ്ട്രെങ്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ യഥാർത്ഥ ഒരു പവർ എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണ് വേണമെങ്കിൽ നേരത്തെ തന്നെ ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു മറ്റുള്ളവരോടുള്ള ഒരു കൺസേൺ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ടൈം ഉണ്ടാവണം എന്നുള്ളൊരു നിയോഗം ഉള്ളത് കൊണ്ടായിരിക്കും അതിന് സാധിക്കാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീയൂണിയൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് വെറുതെ നിസ്സാരമായിട്ട് ഒരുപാട് കോൺടാക്റ്റ് ഇല്ലാതിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് കിട്ടുക എന്നുള്ളൊരു തരത്തിലല്ല. ഇപ്പോൾ മാരേജൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി കടന്നു വരിക. അല്ലാതെ ജസ്റ്റ് ഒരു ഹായ് ബൈ അല്ലെങ്കിൽ ഒരുപാട് നാൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു, അപ്പോൾ ബ്ലോക്ക് മാറ്റിയിട്ടൊരു ഹായ് അയച്ചു പിന്നെ അനക്കം ഇല്ല, അങ്ങനെയില്ല. ഇവരിനി വരുന്നത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഉറപ്പോടുകൂടി ഒരു ഡിസിഷൻ എടുത്തിട്ട് വരികയാണ്. അപ്പോൾ പലതരത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോയ പേഴ്സൺസ് തിരിച്ചു വരാറുണ്ട്. ചിലരൊന്ന് നമ്മളവിടെ ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വന്ന് എത്തി നോക്കിയിട്ട് പോകും. ചിലരൊന്ന് സംസാരിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് വരും. അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്
ഇനി ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വേണം, ഞാൻ ഒരു ഡിസിഷൻ എടുത്തിട്ട് വരുന്നൊരു വ്യക്തിയാണ്. അതായത് ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യക്തികളുടെ ആ ഒരു ഡിവൈൻ ടൈം ആയിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ വീണ്ടും റീജോയിൻ ചെയ്യാനുള്ള ആ ഒരു സോൾമേറ്റ് കമ്പാനിയൻഷിപ്പ് ഉണ്ടാവാനുള്ള ആ ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സൺ കാർഡും വന്നിട്ടുണ്ട്. ആ ഒരു പ്രകാശമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇരുട്ടിലാഴ്ത്തിയത്, അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് പോകാനായിട്ട് കാരണം എന്താണോ അതെല്ലാം മാറി അവിടെ വെളിച്ചം വരുന്നു എന്നുള്ളതാണ്. വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ആ ഒരു നെഗറ്റിവിറ്റിയും അതിൽ നിന്നും ദൂരെ മാറിപ്പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ ആ ഒരു ഇമോഷണൽ പെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ്ലി എൻഡ് ആവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ന്യൂ ബിഗിനിങ് വരികയാണ് എന്നുള്ളത് തന്നെ പറയാം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എങ്ങനെയാണോ, ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു തരത്തിൽ നിങ്ങളിലേക്ക് മാറ്റം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും ഇവിടെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാരേജ് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരായിരിക്കാം, അവസാന നിമിഷം പിരിഞ്ഞു പോയവരായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം. അപ്പോൾ അത്രയധികം ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീയൂണിയൻ ആവുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പേരും പല കാര്യങ്ങളിലും ഒരുപാട് ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു കളർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. ഒരാൾ വളരെയധികം ഫെയറും ഒരാൾ കുറച്ച് ഡള്ളായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കാം. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ, ചിലപ്പോൾ റിലീജിയൻ വൈസൊക്കെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ടാവാം. പക്ഷേ എങ്കിൽ കൂടിയും ആ ഒരു അന്തരങ്ങളാണ് നിങ്ങൾ ഒന്നിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഇൻറ്റഗ്രേഷൻ കാർഡ് പോലെ തന്നെയാണ്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ആ ഒരു ഈഗിൾ ആൻഡ് സ്വാൻ എന്ന് പറയുന്ന പോലെയുള്ള എനർജി ആയിക്കോട്ടെ, ആ ഒരു തരത്തിലാണ്. ചിലപ്പോൾ ഒരാൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്ന പൊട്ടിത്തെറിക്കുന്ന ഒരാളും മറ്റേയാൾ കുറച്ചും കൂടി ശാന്തമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും ഒന്നിച്ച് ചേരേണ്ടുന്ന രണ്ട് വ്യക്തികളാണ്. ആ ഒരു വൈരുദ്ധ്യമാണ് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പല വ്യക്തികളും തമ്മിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കാരണം ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ സൂചിപ്പിക്കുന്ന ഒരുപാട് കാർഡ്സ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് പകരം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റാത്തതും അവർക്ക് നിങ്ങൾക്ക് പകരം മറ്റൊരാളെ ചൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും റീസൺ അത് തന്നെയാണ്. കാരണം നിങ്ങളാണ് ഒരേപോലെ ആവേണ്ടത്. നമ്മളുടെ ഒരു പസിൽ ബ്ലോക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിന് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് കിട്ടിയില്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാച്ച് അല്ലെങ്കിൽ ആ ഒരു സ്യൂട്ട് ചെയ്ത് ഡിവൈൻ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു പേഴ്സണെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു കംപ്ലീറ്റ് സർക്കിൾ എന്ന് പറയുന്നത് പോലെ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു മാറ്റം വേണമായിരുന്നു, അല്ലെങ്കിൽ ചില സൈക്കിൾസ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു. ആ ഒരു മാറ്റത്തിനുള്ള സമയം ഇതാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ നോക്കുന്നത് ആ ഒരു 8x8 പോർട്ടൽ ഓപ്പണിംഗ് ആണ്. ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊരു കോസ്മിക് ഗിഫ്റ്റാണ് കിട്ടാനായിട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുകൂലമായ സമയം, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്നാണ് ഇവിടുത്തെ ഒരു കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു 8ൻ്റെ എനർജി നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സൺ കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാർ വന്നില്ല എങ്കിലും ഇങ്ങനെയുള്ള ചില സൂചനകളും കൂടി നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടിരുന്ന വ്യക്തികൾ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സിനോടുള്ള ട്രസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ഡിറ്റർമിനേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ രണ്ട് പേരുടെയും എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നൊരു സംഭവമാണ്. ഒരാൾ മാത്രം ആഗ്രഹിക്കുക, മറ്റൊരാൾ അനങ്ങാതിരിക്കുക എന്നുള്ളതല്ല. ആ രണ്ട് പേർക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹമുള്ള പേഴ്സൺസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടേത് തന്നെയാണോ, നിങ്ങളുടെ പേഴ്സൻ്റേതാണോ എന്നുള്ളത്. നമ്മളിവിടെ പ്രത്യേകിച്ച് ക്ലൂസ് എടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ആ ഒരു ക്ലൂസ് എടുക്കാത്തതിൻ്റെ റീസൺ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, ഇതാ ഒരു പോർട്ടൽ ഓപ്പണിങ്ങിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ഒരു ലക്കി ഡേ ആണ്, അല്ലെങ്കിൽ ലക്കി ടൈമാണ്. നമ്മളെല്ലാവരും മാക്സിമം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്കും ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻസും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്നില്ല ആർക്കും വേണ്ടിയിട്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആ ഒരു യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു റീയൂണിയൻ നിങ്ങൾ എന്താണോ ഇത്രയും നാളും കാത്തിരുന്നത് ഇതെല്ലാം ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും സംഭവ്യമാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.